കാര്യങ്ങൾ വല്ലാതെ കുഴഞ്ഞു മറിയുകയാണ് കേട്ടോ. നമ്മളുടെ ഇറാൻ ഇസ്രായേൽ അമേരിക്ക യുദ്ധത്തിൽ, അതായത് ഇറാന്റെ അടുത്തുള്ള ചെറിയൊരു ദ്വീപ് ഖാർഗ് ഖാർഗ് എന്നൊക്കെയാണോ ഇതിൻ്റെ ഉച്ചാരണം ദൈവത്തിനറിയാം. വല്ല എടപ്പള്ളി എന്നോ ആലുവ എന്നോ പേരിട്ടിരുന്നെങ്കിൽ എനിക്ക് നേരെ ചൊവ്വേ നിങ്ങളോട് കാര്യം പറയാമായിരുന്നു. പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അവരിട്ട പേര് ഖാർഗ് എന്നാണ്. ഇറാന്റെയാണ് ദ്വീപ്. ഇത് ഈ കിടപ്പ് മനസ്സിലാകണമെങ്കിൽ ഞാൻ ഈ സാധനം ഒന്ന് എറണാകുളത്തേക്ക് മാറ്റാം. കുറഞ്ഞ പക്ഷം എറണാകുളത്തെ അറിയാവുന്നവർക്കും എറണാകുളത്തുകാർക്കും മനസ്സിലാവട്ടെ. ബാക്കിയുള്ളവർക്കും മനസ്സിലാകെ ഏകദേശം ഒരുപാട് പേർക്ക് അറിയാവുന്ന സ്ഥലങ്ങളാണ്. അതായത് ഫോർട്ട് കൊച്ചിയാണ് ഇറാൻ എന്ന് വയ്ക്കുക. ഫോർട്ട് കൊച്ചി, മട്ടാഞ്ചേരി, തോപ്പുംപടി, പള്ളുരുത്തി, എടക്കൊച്ചി, അങ്ങനെ വലിയ ഇറാൻ. ഫോർട്ട് കൊച്ചി അഴിമുഖം, അതാണ് ഹോർമൂസ് കടലിടുക്ക്. ഫോർട്ട് കൊച്ചിക്ക് അപ്പുറത്ത് വൈപ്പിൻ, അതാണ് ഒമാൻ. നമ്മൾ വലിയ ഗ്യാസ് സ്റ്റോറേജ്, LPG സ്റ്റോറേജ് ടാങ്ക്, അത് ഇതൊക്കെ വൈപ്പിൻ. പിന്നെ അവിടെ നിന്ന് ഈ പറഞ്ഞ പോലെ UAE, എടവനക്കാട്, ഞാറയ്ക്കൽ, പിന്നെ ചെറായി, ഇതുപോലുള്ള സ്ഥലങ്ങൾ. ഇപ്പുറത്ത് കിഴക്ക് വശത്ത് താന്തോന്നി തുരുത്ത്, മുളവുകാട്, പിന്നെ വല്ലാർപാടം, ബോൾഗാട്ടി, അപ്പുറത്ത് എറണാകുളം, ഇവിടെ ഒരു വെല്ലിംഗ്ടൺ ഐലൻഡ്. ഇങ്ങനെ കിടക്കുന്ന എറണാകുളത്തെ ഈ ഗൾഫ് നാടുകളായിട്ട് സങ്കല്പിക്കുക. അതിൽ ഇറാനാണ് ഫോർട്ട് കൊച്ചി, ഒമാനാണ് ഈ വൈപ്പിൻ. അതിനോട് ചേർന്ന് തന്നെ UAE ഒക്കെ ആയിട്ട് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കിടക്കുന്നു. അപ്പുറത്ത് സൗദി അറേബ്യയാണ് എറണാകുളം നഗരം എന്ന് വിചാരിക്കുക. ഇങ്ങനെയൊക്കെ കൃത്യമൊന്നും അല്ലെങ്കിലും ഏകദേശം കിടപ്പ് പിടികിട്ടും. ഇതിലിപ്പോൾ സംഭവിച്ചിരിക്കുന്നത്, വെല്ലിംഗ്ടൺ ഐലൻഡിൽ കയറിയിട്ട് ഡൊണാൾഡ് ട്രംപ് ഒരു ആക്രമണം നടത്തി. വെല്ലിംഗ്ടൺ ഐലൻഡ് അഥവാ ഖാർഗിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവിടെ നിന്നാണ് ഇറാൻ്റെ ഇമ്പോർട്ട് എക്സ്പോർട്ട് എല്ലാം നടക്കുന്നത്. എക്സ്പോർട്ട് അവരുടെ പ്രധാനമായും ഓയിലാണ്. 90% ഓയിലും അവരുടെ വെല്ലിംഗ്ടൺ ഐലൻഡ് വഴിക്കാണ് അവർ കയറ്റിവിടുന്നത്, പ്രത്യേകിച്ച് ചൈനയ്ക്ക്. അവിടെ കയറിയിട്ട് നമ്മുടെ ഐലൻഡിൽ നേവൽ ബേസ് ഉള്ളതുപോലെ അവർക്ക് അവിടെ മിലിറ്ററി ബേസ് ഉണ്ട്. ഇറാൻ ഖാർഗിൽ ആ മിലിറ്ററി ബേസ് ഈ ഡൊണാൾഡ് ട്രംപ് തകർത്ത് കളഞ്ഞു. അവിടുത്തെ ഓയിലിനൊന്നും കുഴപ്പം പറ്റിയില്ല. അതായത് നമ്മുടെ ഐലൻഡിൽ സദേൺ നേവൽ കമാൻഡ് ഉണ്ടല്ലോ, അതിൻ്റെ എല്ലാം തലയ്ക്ക് ബോംബിട്ടിട്ട് ബാക്കി അവിടുത്തെ ടാങ്കർ ബെർത്ത്, കുന്തംകുറുവടി, അപ്പുറത്ത് എറണാകുളത്തുള്ള സൂപ്പർ ടാങ്കർ ബെർത്ത്, അതൊന്നും തൊടാതെ, ഓയിൽ തൊടാതെ പട്ടാള ഇൻസ്റ്റലേഷൻസ് മാത്രം തകർത്ത് കളഞ്ഞു. അതോടെ എന്ത് സംഭവിച്ചു? ഇറാന് അതിലെ എണ്ണ കയറ്റി അയക്കാൻ പറ്റില്ല. എന്നാൽ എണ്ണ കത്തിച്ചിട്ടുമില്ല. ട്രംപ് ബുദ്ധിയുള്ളവനാണ്. കാരണം ഈ യുദ്ധം കഴിയുമ്പോഴും എണ്ണ എടുത്ത് കത്തിച്ചു കഴിഞ്ഞാൽ തീർന്നില്ലേ? യുദ്ധം കഴിഞ്ഞാൽ തനിക്ക് കിട്ടാനുള്ള എണ്ണയാണ് ഈ കിടക്കുന്നതെന്ന് ട്രംപിനറിയാം. അതുകൊണ്ട് ട്രംപ് പറഞ്ഞു, എടാ വളരെ സൂക്ഷിക്കണം, ആ പട്ടാള ബേസ് മാത്രം തകർത്താൽ മതി, ബാക്കി അവിടെ നിൽക്കട്ടെ, നമുക്ക് ആവശ്യം വരും. ഈ പറഞ്ഞ പോലെ പട്ടാള ബേസ് മാത്രം തകർത്തു, എണ്ണയൊന്നും തകർത്തുമില്ല. ഇറാന് ഇങ്ങനൊരു തിരിച്ചടി ഇറാൻ പ്രതീക്ഷിച്ചില്ല. ഇറാൻ അറിയാം ഇങ്ങനെ ഒരു വീക്ക് പോയിന്റ് അവർക്കുണ്ട്. ട്രംപ് പറഞ്ഞു, നീ ഹോർമൂസ് കടലിടുക്ക് ഞെരുക്കിയ പോലെ ഞാൻ നിന്നെ ഞെരുക്കിയിരിക്കുകയാണ്. ഹോർമൂസ് കടലിടുക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോർട്ട് കൊച്ചി അഴിമുഖം. ഫോർട്ട് കൊച്ചി അഴിമുഖം ഫോർട്ട് കൊച്ചിക്കാരൻ അടച്ചു. വൈപ്പിൻകാരൻ നിലവിളിക്കുന്നു, ഇതെന്ത് പരിപാടിയാണ് ചേട്ടാ, ഞാൻ ഇപ്പുറത്ത് കിടക്കുകയല്ലേ, ചേട്ടന് മാത്രം അവകാശപ്പെട്ടതാണോ, ഇത് ഇൻ്റർനാഷണൽ വഴിയല്ലേ, എനിക്ക് സൗകര്യമില്ല, പോടാന്ന് പറഞ്ഞ് ഫോർട്ട് കൊച്ചിക്കാരൻ. ഫോർട്ട് കൊച്ചിക്കാർക്ക് നല്ല യുദ്ധവീര്യമുള്ള ആൾക്കാരാണ് ഇറാൻകാർ. അപ്പുറത്ത് ഒമാൻ ഒരു സാധുവാണ്, പാവമാണ്. അതിനങ്ങപ്പുറമുള്ള ഖത്തർ, അവരൊക്കെ എണ്ണ കൊണ്ട് പണക്കാരായി എന്നുള്ളതല്ലാതെ അവരൊന്നും വലിയ യുദ്ധക്കാരൊന്നും അല്ലെന്നേ. അവരെയൊക്കെ സംരക്ഷിക്കുന്നത് അമേരിക്കയാണ്. അമേരിക്കയ്ക്ക് അവിടെ എല്ലാം ബേസ് ഉണ്ട്. അപ്പം എന്താ, ഫോർട്ട് കൊച്ചിക്കാരൻ വൈപ്പിലിന് ബോംബിടുക, അവൻ്റെ ടാങ്കറിന് തീ വയ്ക്കുക, വല്ലാർപാടം ടെർമിനലുണ്ട്, കപ്പൽ വന്നെടുക്കുന്നു, അവിടെ ബോംബിടുക. അപ്പുറത്ത് ബോൾഗാട്ടിയിൽ നമ്മുടെ യൂസഫ് അലിയുടെ വലിയ ഹോട്ടലുണ്ട്,
ആ ഹോട്ടലിന് എന്താ പേര്, എന്തോ ഒരു പേരാണ്, എനിക്കറിഞ്ഞൂടാ. അപ്പം ഇതിനൊക്കെ ബോംബിടുക, ഇതുപോലത്തെ പരിപാടികളാണ് ഫോർട്ട് കൊച്ചിക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനെന്താ ന്യായം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അമേരിക്ക അങ്ങ് ദൂരെയാണ്, അവരെ തല്ലാൻ പറ്റുന്നില്ല, അതുകൊണ്ട് അടുത്ത് കിടക്കുന്നവരെ ഞാൻ തല്ലുന്നു. ഇതിലുള്ള ഈ ഹോർമൂസ് കടലിടുക്ക് അഥവാ ഫോർട്ട് കൊച്ചി അഴിമുഖം, അതും ഞാൻ അതിലെ പോയി കഴിഞ്ഞാൽ ഞാൻ കപ്പലിൽ തീ വയ്ക്കും. ഒടുവിൽ അച്ചാ പോറ്റി എന്നൊക്കെ പറഞ്ഞ് കയ്യും കാലും ഒക്കെ പറഞ്ഞിട്ട് ചൈനയുടെയും ഇന്ത്യയുടെയും കപ്പലുകൾ വിടാമെന്ന് സമ്മതിച്ചു. അതനുസരിച്ച് നമ്മുടെ 2-3 കപ്പലായിട്ട് പോരാൻ തുടങ്ങി. ചൈനയുടെ എത്രയാണെന്ന് എനിക്കറിഞ്ഞൂടാ. അപ്പൊ അങ്ങനെ ഇപ്പോ അവരുടെ വിദേശകാര്യമന്ത്രി ഇറാന്റെ അബ്ബാസ് അരാഗ്ചി, എന്തൊരു പേര്, ഏതായാലും അരാഗ്ചി എന്ന തമ്പുരാൻ പറഞ്ഞു, ഹോർമൂസ് കടലിടുക്ക് തുറന്നു തന്നെ കിടക്കുകയാണ്, അതിലെ അമേരിക്കൻ കപ്പലുകൾക്ക് പോകാൻ പറ്റില്ല എന്നേ ഉള്ളൂ, വേറെ ആർക്ക് വേണമെങ്കിലും പോകാവുന്നതാണ് എന്ന് പറഞ്ഞു. പക്ഷെ അയാൾ പറഞ്ഞതൊന്നും ആരും കേൾക്കില്ല. അവിടെ ഭരിക്കുന്നത് IRGC ആണ്, ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ് കോർ, ഇവരാണ് ഭരിക്കുന്നത്. അബ്ബാസ് അരാഗ്ചി പറഞ്ഞാലും മറ്റേ പെസഷ്കിയാൻ അല്ലേ, ഞാൻ തങ്കപ്പൻ എന്ന് വിളിക്കുന്ന ആൾ, തങ്കപ്പൻ പറഞ്ഞാലും അരാഗ്ചി പറഞ്ഞാലും ഒന്നും അവർ കേൾക്കില്ല. അവർക്ക് തോന്നിയാസം ചെയ്തുകൊണ്ടിരിക്കുക. അവരുടെ നേതാവ് മൊജ്തബ ഖമനൈ, പുള്ളി അണ്ടർഗ്രൗണ്ടിലാണ്, പുള്ളി മരിച്ചിട്ടില്ല കേട്ടോ. മരിച്ചു എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്, പുള്ളിക്ക് എന്തോ പരിക്കൊക്കെ പറ്റിയിട്ടുണ്ട് എന്ന് പറയുന്നു, അത് കവിഞ്ഞ് മരിച്ചിട്ടൊന്നുമില്ല. അതുപോലെ നെതന്യാഹു മരിച്ചു എന്ന് പറഞ്ഞ് കൂട്ടിക്കൊഴിച്ച് നടക്കുന്നത് ശരിയല്ല, അങ്ങേര് മരിച്ചിട്ടില്ല, പച്ച ജീവനോടെ ഇസ്രായേലിൽ തന്നെ ഉണ്ട്. പുള്ളി യുദ്ധത്തിലും കാര്യത്തിലും ഒക്കെ ഇടപെട്ട് നല്ല ജില്ലായിട്ട് നിൽക്കുകയാണ്, വയസ്സൊക്കെ ആയിട്ടുണ്ട്, കാര്യം വെച്ചിട്ട് മരിച്ചൊന്നും പോയിട്ടില്ല. കാരണം ഇത് രണ്ടും ഉറപ്പിക്കാവുന്ന കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മൊജ്തബ ഖമനൈ മരിച്ചു എന്ന് വയ്ക്കുക, ഇസ്രായേൽ അത് കൺഫേം ചെയ്യും, മൊജ്തബ ഖമനൈ മരിച്ചിട്ടുണ്ട്, ഞങ്ങളാണ് കൊന്നത് എന്ന്. അതുപോലെ നെതന്യാഹു മരിച്ചു എന്ന് വയ്ക്കുക, അതും ഇസ്രായേൽ കൺഫേം ചെയ്യും. ഇസ്രായേൽ ഒരു കാര്യമുണ്ട്, അവര് സത്യം പറയും. അവർക്ക് പറ്റിയ പരിക്കുകൾ അവർ തന്നെ വിഷ്വൽസ് പുറത്തുവിടുന്നുണ്ട്. ഈ യുദ്ധത്തിൽ മൊത്തം നോക്കുമ്പോൾ ന്യായാന്യായങ്ങളൊക്കെ വിടുന്നു. യുദ്ധസമയത്തെ പെരുമാറ്റത്തിൽ ആത്മവിശ്വാസത്തോടെ പെരുമാറുന്നവർ ഇസ്രായേലുകാരാണ്. അമേരിക്ക ഈ ട്രംപിന്റെ ഈ വാവളപ്പൻ സ്വഭാവം കൊണ്ട് ഒരു മനുഷ്യന് ഒരു കാര്യം പിടികിട്ടില്ല, അതാണ്. ഇറാൻ പിന്നെ എന്തെങ്കിലും നാലുപാടും പറയുന്നുണ്ട്, അതുകൊണ്ട് അവരും വിശ്വസിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ്. നെതന്യാഹു അങ്ങനെയില്ല, ഇസ്രായേൽ അങ്ങനെയല്ല. ഇസ്രായേൽ അതിൻ്റെ വിഷ്വൽസ് പുറത്തുവിടും. ടെല്ലവീവിൽ ആക്രമണം നടന്നു, 28 മിസൈൽ വീണു, 26 ഞങ്ങൾ ആകാശത്തിൽ തീർത്തു, 2 ഞങ്ങളുടെ തലയിൽ വീണു, 17 പേർക്ക് പരിക്ക് പറ്റി, അവരെ ആശുപത്രിയിലാക്കി. ഉടനെ ഖ്വാൻ 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 പറഞ്ഞുകൊണ്ട് ഈ മറ്റേ ആംബുലൻസ് പായുന്ന വീഡിയോ, തകർന്നു കിടക്കുന്ന കെട്ടിടം, ഇതൊക്കെ കാണിക്കും ഇസ്രായേൽ. അവർ സത്യസന്ധമായിട്ട് കാര്യം പറയും. ഇപ്പം നെതന്യാഹു മരിച്ചു കഴിഞ്ഞാൽ നെതന്യാഹു മരിച്ചു എന്ന് തന്നെ ഇസ്രായേലുകാർ പറയും. അവർക്ക് ഈ നെതന്യാഹു ദൈവമൊന്നുമല്ല എന്ന് മാത്രമല്ല, അല്പം രാക്ഷസനാണ് താനും. പുള്ളിയുടെ പേരിൽ അഴിമതി കേസ്, കുന്തം കുറുടിയൊക്കെ ഉണ്ട്. പുള്ളി ചാകാൻ വേണ്ടി കാത്തിരിക്കുന്നവരും ഇസ്രായേലിൽ ഉണ്ടാവാം. എന്തുവായിക്കോട്ടെ, നെതന്യാഹു മരിച്ചു എന്ന് ഇസ്രായേൽ പറയാത്ത സ്ഥിതിക്ക്, മൊജ്തബ ഖമനൈ മരിച്ചു എന്ന് ഇസ്രായേൽ പറയാത്ത സ്ഥിതിക്ക്, ഈ 2 പേരും മരിച്ചിട്ടില്ല എന്ന് തന്നെ കരുതണം. പിന്നെ മൊജ്തബ പുറത്തേക്ക് വരാത്തത് എന്താ? വരാത്തത് പുള്ളിക്ക് എന്തെങ്കിലും പരിക്ക് പറ്റിയത് കൊണ്ടോ ഒക്കെ ഒളിച്ചിരിക്കുകയാണ് എന്ന് വേണം നമ്മൾ കരുതാൻ. ഏതായാലും വന്നും പോയും ഇപ്പം നിൽക്കുന്നത് ഐലൻഡ് ഡൊണാൾഡ് ട്രംപിൻ്റെ കയ്യിലായി, ഫോർട്ട് കൊച്ചി അഴിമുഖം ഇറാൻ്റെ കയ്യിലുമായി. ഇങ്ങനെ നിൽക്കുകയാണ്. നീ ഇവിടെ ഞെരിക്കിയാൽ ഞാൻ അവിടെ ഞെരിക്കും. ഇത് കൂടാതെ ഡൊണാൾഡ് ട്രംപ് വലിയൊരു കപ്പൽ അങ്ങോട്ട് അയച്ചിട്ടുണ്ട്, പോയിട്ടുണ്ട്, USS ട്രിപ്പോളി. അത് ഭയങ്കര ഭീമാകാരനാണ്. നമ്മളെ എബ്രഹാം ലിങ്കണെ പോലെയോ ജെറാൾഡ് ഫോർഡിനെ പോലെയോ ഒക്കെ ഭീമാകാരനായ ഒരു കപ്പൽ പടയാണ് USS ട്രിപ്പോളി. അതിൽ 2500 നേവൽ മറൈൻ നേവി, മറൈൻസ് എന്നാണ് അവരെ വിളിക്കുന്നത്. അവർ ഉഭയജീവികളാണ്, പട്ടാളക്കാർ, അമേരിക്കൻ പട്ടാളക്കാർ. കടലിലും കരയിലും ഒരുപോലെ യുദ്ധം ചെയ്യാൻ സാമർഥ്യമാണ്. തീരത്തിറങ്ങാൻ, സ്പീഡ് ബോട്ടിൽ പോകാൻ, വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാൻ, പൊതലങ്ങ കിടക്കുന്ന പോലെ കിടപ്പ് കിടക്കാൻ, ഇതൊക്കെ അറിയാവുന്ന ടീമാണ്.
2500 പേര്. അവർ പോയി ഈ ദ്വീപിൽ, നമ്മുടെ വെല്ലിംഗ്ടൺ ഐലൻഡിൽ അവരിറങ്ങും. 2500 പേര്. അവിടെയുള്ള ഇറാൻകാർ മരിച്ചു പോയി കാണും ഇതിനോടകം, ബോംബും സംഗതിയൊക്കെ ആയിട്ട്. ഇനി അഥവാ ജീവനോടെ ഉണ്ടെങ്കിൽ തന്നെ കരയുദ്ധം ആ ദ്വീപിൽ നടക്കും. അങ്ങനെ ദ്വീപ് കൈക്കലാക്കുക. അല്ലെങ്കിൽ പിന്നെ ഇത് ദ്വീപിൽ കൊണ്ടുപോയി ബോംബിട്ടിട്ട് പ്രയോജനമില്ല. ബോംബിട്ടു തിരിച്ചു വന്നു, പിന്നെ എന്ത് ചെയ്യാനും? പിന്നെ അത് ഇറാൻ്റെ കയ്യിൽ തന്നെ ഇരിക്കുകയല്ലേ. അതുകൊണ്ട് ഇറാൻ്റെ കയ്യിൽ നിന്ന് ഇത് പിടിച്ചെടുക്കണം, ദ്വീപ് പിടിച്ചെടുക്കണം. അതിനായിട്ടാണ് USS ട്രിപ്പോളിയെ വിട്ടിരിക്കുന്നത്. അത് വലിയ പ്രശ്നമുണ്ടാക്കും. കാരണം USS ട്രിപ്പോളിയും അങ്ങോട്ട് കയറി ചെല്ലേണ്ടത് ഈ ഗൾഫ് ഓഫ് ഹോർമുസ്, സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസ് അതിലൂടെയാണ്. അപ്പം അതെങ്ങനെ ചെയ്യും? അതൊക്കെ ഞാൻ ചെയ്യുമെന്നാണ് ട്രംപ് പറയുന്നത്. ട്രംപ് പറയുന്നത്, നിങ്ങൾ നോക്കിക്കോ, ഈ സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസ് താമസിയാതെ ഞങ്ങളുടെ കയ്യിലാവും. ഞാൻ ഒമാൻ്റെ കരയ്ക്ക് കയറി ഞാൻ അടിക്കും, ഞാനിതിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കും. അങ്ങനെ അവനങ്ങ് ഞെളിയണ്ട. അവൻ്റെ കയ്യിൽ ഒരു കടലിടുക്കുണ്ടെന്ന് പറഞ്ഞ്, വാസ്തവത്തിൽ ഈ കടലിടുക്ക് ആരുടെയും അല്ല കേട്ടോ, ഇൻ്റർനാഷണൽ റൂട്ടാണത്. നിയമം പറയുകയാണ്. നിയമമൊന്നും ഇപ്പോൾ ബാധകമല്ല, ആർക്കും ബാധകമില്ല. എന്നാലും ഞാൻ പറയുകയാണ്, നിയമം നോക്കിക്കഴിഞ്ഞാൽ ഈ ഹോർമുസ് കടലെടുക്ക് എല്ലാവരുടെയുമാണ്, ഇൻ്റർനാഷണൽ റൂട്ടാണ്. ഇൻ്റർനാഷണൽ റൂട്ട് ഏത് യുദ്ധം വന്നു കഴിഞ്ഞാലും ഇൻ്റർനാഷണൽ കൊമേർഷ്യൽ റൂട്ട് അടയ്ക്കാൻ പാടില്ല. കാരണം യുദ്ധത്തിൽ പെടാത്ത രാജ്യങ്ങളുണ്ട്. മാത്രമല്ല എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ നമ്മൾ അത് വഴി അടച്ച് ഉള്ള ഇത് പാടില്ല. വഴി അടച്ചു കഴിഞ്ഞാൽ മറ്റ് പലർക്കും ശ്വാസം മുട്ടലുണ്ടാവും. അപ്പോൾ ആ ഒരു ധാരണ എല്ലാവരും തമ്മിൽ എപ്പോഴും ഉള്ളതാണ്. പക്ഷേ ഇറാൻ ഇതിപ്പോൾ ലംഘിച്ചു. ഇറാൻ പറയുന്നത്, എനിക്ക് വേറെ നിവൃത്തിയില്ലാന്ന്. നാട്ടുകാരുടെ എല്ലാം വഴിയടയ്ക്കും. നാട്ടുകാരെല്ലാം കൂടെ അമേരിക്കക്കാരോട് പറ, എന്നെ ഉപദ്രവിക്കാതെന്ന് പറ, എന്നിട്ട് ഞാൻ നോക്കാം. മാത്രമല്ല മുസ്തഫ ഖമനി പറഞ്ഞിരിക്കുന്നത്, അമേരിക്കയുടെ ബേസസ് ഗൾഫ് നാടുകളിൽ എവിടെയൊക്കെ ഉണ്ടോ അതെല്ലാം എടുത്തുകൊണ്ട് പോകാൻ പറ അയാളോട്. അതുവരെ നിങ്ങൾ എൻ്റെ ശത്രുക്കളായിരിക്കും, ഞാൻ നിങ്ങളെ വെറുതെ വിടില്ല. ഇതാണ്. ഇപ്പുറത്തുകൂടെ പെസഷ്കിയാൻ അഥവാ നമ്മുടെ തങ്കപ്പൻ പറയുന്നു, ഇല്ല ഞാൻ മാപ്പ് പറയാണ്, നിങ്ങളെ ആക്രമിച്ചത് ശരിയായില്ല ആഹു എന്നൊക്കെ പറയുന്നു. ആര് കേൾക്കാൻ? IRGC അവർക്ക് തോന്നിയ പോലെ. പെസഷ്കിയാനും അബ്ബാസ് അരാക്ചിയൊക്കെ കൂടെ വേറൊരു രാഗത്തിൽ വീണ വായിക്കുന്നു. നമ്മൾ ഇതിൻ്റെ നടുക്ക് എന്ത് സംഭവിക്കുമെന്ന് അറിയാൻ അത് കണ്ണുതള്ളി നീക്കുന്നു. അതിനിടയ്ക്ക് നമ്മുടെ കപ്പൽ കടന്നു വരാൻ സമ്മതിച്ചല്ല. അത് നരേന്ദ്രമോദി പെസഷ്കിയാനോട് സംസാരിച്ചു. ഫോറിൻ മിനിസ്റ്റർ ജയശങ്കർ പലതവണ അബ്ബാസ് അരാക്ചിയുമായിട്ട് സംസാരിച്ചു. ശരി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ കപ്പലുകൾ കടന്നു വന്നിരിക്കുന്നത്. ഈ കടന്നു വന്ന കപ്പലുകളിൽ മുഴുവൻ ഗ്യാസാണ് എന്നൊന്നും വിചാരിക്കേണ്ട കേട്ടോ. അതുകൊണ്ട് 1-2 കപ്പലിൽ ഗ്യാസും ഉണ്ട്, ബട്ട് അത് മുഴുവൻ ഗ്യാസാണ്. അതോടെ നമ്മുടെ ഗ്യാസ് ക്ഷാമം തീരും എന്നൊന്നും വിചാരിക്കരുത്. ഇത് നോർമലൈസ് ചെയ്യാൻ കുറച്ച് ദിവസം എടുക്കും. കാരണം ഒമാനും ഖത്തറും ഒക്കെ അവരുടെ ഗ്യാസ് പ്രൊഡക്ഷൻ തന്നെ നിർത്തിവെക്കേണ്ടി വന്നു. കാരണം ഇയാൾ ഒരു റിഫൈനറിക്കൊക്കെ ബോംബിട്ട് കഴിഞ്ഞാൽ ഓവർനൈറ്റ് ഇത് രണ്ടാമത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ? താമസിക്കുമല്ല. അതിൻ്റെ ബാക്കപ്പ് നമ്മൾ പിന്നെ 23 രാജ്യങ്ങളിൽ നിന്ന് ഗ്യാസ് വാങ്ങിച്ചുകൊണ്ടിരുന്നു. നമ്മളിപ്പോൾ 47 രാജ്യങ്ങളിൽ നിന്ന് ഗ്യാസ് വാങ്ങും. അവിടെ നിന്നൊരു കുറ്റി, വേറെ ഇന്ന് 2 കുറ്റി, ചേട്ടൻ്റെ കയ്യിൽ എത്രയുണ്ട്? 7. ഉള്ളത് ഇട് ചേട്ടാ. ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ എല്ലായിടത്തു നിന്നും മേടിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഗ്യാസ് കുറ്റിയായിട്ടല്ല കേട്ടോ, കപ്പലിലും ടാങ്കറും ഒക്കെ ആയിട്ടാണ്. ഏതായാലും നമ്മൾ ഒരു ആഘോഷത്തിന് പെട്ടെന്ന് ഗ്യാസ് കുറ്റുവാണെങ്കിൽ എന്താ ചെയ്യുന്നത്? അടുത്ത അയൽവക്കത്ത് ടപ്പടപ്പെന്ന് പറഞ്ഞിട്ട് സംഘടിപ്പിച്ച് തിരിച്ചു തരാൻ ചേട്ടാ എന്നൊക്കെ പറഞ്ഞ്. അതുപോലെ നമ്മളിപ്പോൾ ധൃതി പിടിച്ച് അവിടെ നിന്ന് ഇവിടുന്നും എല്ലാം ഗ്യാസ് ഓർഡർ ചെയ്ത് അത് നോർമലൈസ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. അതുവരെ ഇച്ചിരി കരുതി ജീവിക്കുക. ഈ പൂഴ്ത്തിവെപ്പ് കരിഞ്ഞെന്തെങ്കിലും നടക്കുന്നുണ്ട്, കൂത്തിന് പിടിച്ച് നേരെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കുക. കാരണം ഇവരൊക്കെ സാമൂഹ്യ വിരുദ്ധരാണ്. അയാൾ നമ്മുടെ ഗ്യാസ് കട്ടില്ലല്ലോ എന്ന് വിചാരിച്ച് സമാധാനിക്കുകയല്ല. അയാളിപ്പം പൊതുജനങ്ങളുടെ മൊത്തം ശത്രുവാണ്. ഒരു സംശയവും വേണ്ട, കൂത്തിന് പിടിച്ച് പോലീസിലേൽപ്പിക്കണം. ഇങ്ങനെയൊക്കെ നമുക്ക് യുദ്ധത്തെ മറികടക്കാൻ പറ്റുള്ളൂ. ഇത് നമ്മൾ തുടങ്ങിയ യുദ്ധമല്ല. നമുക്കിതിൽ യാതൊരു പങ്കുമില്ല. വെറുതെ നരേന്ദ്രമോദിയെ കുറേ പേര് ചീത്ത പറയിച്ചോടാ. ഇതെന്ത് പരിപാടി? നരേന്ദ്രമോദി ഇതിലെന്ത് ചെയ്തു? നരേന്ദ്രമോദി ഇസ്രായേൽ പോയിട്ട് 2 ദിവസം കഴിഞ്ഞാണ്
യുദ്ധം തുടങ്ങിയത്. അതുകൊണ്ട് നരേന്ദ്രമോദിയാണ് യുദ്ധം തുടങ്ങിയത്. ഇത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞാണ് യുദ്ധം തുടങ്ങിയതെന്ന് വെച്ചോ. അപ്പൊ പറയും നരേന്ദ്രമോദി പോയി കൃത്യം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ യുദ്ധം തുടങ്ങി. ഇതെന്തൊരുപാട്. ആ മനുഷ്യൻ അവിടെ പോകേണ്ടടുത്തൊക്കെ പോകണ്ടേ. അപ്പോൾ അത് പ്രശ്നമാണ്. ഇതൊന്നും ഒരു മര്യാദയല്ല, മര്യാദകൾ ചെയ്യുന്ന പണിയല്ല. ഇതിനൊന്നും പോകാതെ നേരെ ഉത്തമ പൗരന്മാരായിട്ട് ജീവിക്കാൻ ശീലിക്കുക. താങ്ക് യു.